നമസ്കാരം. ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്കതീതമായി മാനവികതയെയും മനുഷ്യസ്നേഹത്തെയും സാഹോദര്യത്തെയും ഒക്കെ ലോകത്തിന് ബോധ്യപ്പെടുത്തിയ ഒരു മഹാഗുരുവിന്റെ 90 വർഷം നീണ്ട ജീവിതത്തിന്റെ മഹാസ്മരണകൾ പുതുക്കുന്ന ദിവസമാണ് സെപ്റ്റംബർ 6. നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ നവതി ആഘോഷങ്ങൾ സമാഗതമായിരിക്കുന്നു. ഭാരതത്തിന്റെ ബഹുമാന്യനായ ഉപരാഷ്ട്രപതി ശ്രീ ഹമീദ് അൻസാരി ഈ കഴിഞ്ഞ 30-ാം തീയതി ഗുരുവിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും നന്മയുടെയും പാതകളിലേക്ക് നയിച്ച മഹാഗുരുവായിരുന്നു നവജ്യോതി ശ്രീ കരുണാകര ഗുരു എന്ന് ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി പറയുകയുണ്ടായി. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അതീതമായി മനുഷ്യനെ ഒന്നായി കാണുവാനുള്ള വലിയ ഉത്ബോധനമാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരു ലോകത്തിന് നൽകിയത്. ഗുരുവിന്റെ സന്ദേശം സാർവ ലോകത്തിനും മാതൃകയായി മാറുന്നു എന്നുള്ളതാണ് ഈ നവതിയുടെ ഏറ്റവും വലിയ സവിശേഷതയായി കാണുന്നത്. ലോകത്തിൽ വ്യത്യസ്തമായ ആത്മീയത കാട്ടിക്കൊടുക്കുകയും അതിലൂടെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശങ്ങൾ ലോകത്തിന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത മഹാത്മാവായിട്ടായിരിക്കും ഗുരു ലോകത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. സർവപ്രകാശത്തിന്റെയും പ്രതിസ്ഫുരണമായ ഭാരതീയമായ സനാതനമായ ഗുരുസങ്കല്പങ്ങളുടെ ഉദാത്തമായ ഒരു തിരുമുഖം നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിലൂടെ ലോകത്തിന് ബോധ്യപ്പെട്ടു. ഈ നവതി ആഘോഷത്തിൽ ഗുരു നൽകിയ സന്ദേശങ്ങൾ ലോകത്തിന് പ്രാവർത്തികമാക്കുവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നവതി ആഘോഷ വേളകളിൽ ജാതിമത ഭേദമന്യേ ഇവിടുത്തെ എല്ലാ നല്ലവരായ സഹൃദയരെയും സജ്ജനങ്ങളെയും ശാന്തിഗിരി ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സദ്ഗുരുവേ ശരണം.